basket of curry and spices RanjusOwn. Keep watching. നമ്മുടെ കറിവേപ്പില ചമ്മന്തിക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ആദ്യം തന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിവേപ്പില 1 കപ്പ്, അതായത് 200 ml ഗ്ലാസ്സിൽ മാക്സിമം ഞാൻ പ്രസ് ചെയ്ത് മാക്സിമം എത്രയോ പറ്റുമോ അത്രയും എടുക്കുക. പിന്നെ കറിവേപ്പില ഒന്ന് കഴുകി നന്നായിട്ട് നമ്മളൊന്ന് കഴുകണം. കഴുകി സ്ട്രെയിൻ ചെയ്ത് വെക്കുക. പിന്നെ കടുക് 1 ടീസ്പൂൺ, ഉഴുന്ന് പരിപ്പ് 1 ടേബിൾ സ്പൂൺ, 2 വറ്റൽമുളക്, ഒരു ചെറിയ 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇതേപോലെ ഒരു കുഞ്ഞ് സൈസ്, ഒരു ചെറിയ നാരങ്ങയുടെ സൈസിൻ്റെ അത്രയും വേണം പുളി. കുരുവും നാരും ഒക്കെ മാറ്റിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ശരിക്കും ചമ്മന്തിയിൽ അരയ്ക്കാനുള്ളതാണ്. അപ്പം കുരു ഒന്നും പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതെല്ലാം മാറ്റിയിട്ട് കുരുവും നാരും എല്ലാം മാറ്റിയിട്ട് എടുക്കണം. കായപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ശർക്കര, ഇത് ഞാൻ ശർക്കര പൊടിച്ചതാണ്. അതിപ്പം ശർക്കര പൗഡറായിട്ട് തന്നെ നമുക്ക് ഷോപ്പിൽ കിട്ടും. അതില്ലെങ്കിൽ നമ്മുടെ നോർമൽ ശർക്കര എടുത്തൊന്ന് പൊടിച്ചു, അതൊരു 2 ടീസ്പൂൺ വേണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 2 ടീസ്പൂൺ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒന്ന് കടുക് വറുക്കണം. അപ്പം ആവശ്യത്തിന് എണ്ണ. ഇതെപ്പോഴും ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാവുള്ളൂ, കാരണം അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും വറ്റൽമുളകും പിന്നെ അതേപോലെ തന്നെ ഉഴുന്ന പരിപ്പ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ കായപ്പൊടി ചേർക്കുക. എന്നിട്ട് കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് ഞാൻ ലോ ഫ്ലെയിം എന്ന് പറഞ്ഞത്. കായപ്പൊടിയൊക്കെ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും ആ ഒരു നല്ലൊരു മണം വരും. അപ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്യാം. നമ്മുടെ ഉഴുന്നുപരിപ്പൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആയി. ഞാൻ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തു. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്നും ഇതും എല്ലാം ഒന്ന് മാറ്റി വെച്ചു. ഇനി നമുക്ക് അരച്ചെടുക്കണം. അതിനായിട്ട് കറിവേപ്പില, ഇനിയിപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇടങ്ങോട്ട് അരയ്ക്കുക. പുളി, ഇഞ്ചി, പിന്നെ ശർക്കര, ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ഈ കടുവറുത്ത് വെച്ചിരിക്കുന്ന മുളകും ഉഴുന്നും എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇടുക. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കുക. ഇതേപോലെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തു. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടച്ചമ്മന്തിയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത്. ഇത് ശരിക്കും ഇതൊരു ശർക്കരയുടെ മധുരവും പിന്നെ പുളിയുണ്ട്, പുളി നമ്മളിട്ടിട്ടുണ്ട്, പുളിയും പിന്നെ വറ്റൽമുളക് എരിവുള്ള മുളക് തന്നെ എടുക്കുക. അപ്പോൾ ഒരു എരിയും പുളിയും പിന്നെ ഒരു ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെ ആണെങ്കിലും എല്ലാം നല്ലതാണ്. അപ്പം ഈ ഒരു സ്പെഷ്യൽ കറിവേപ്പില എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഗുണങ്ങൾ. ഈ കറിവേപ്പില വെച്ചിട്ടുള്ള നമ്മുടെ ചട്നി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക.